കർമ്മയോഗി നമ്മൾ ഇന്നലെ കണ്ടു. കർമ്മയോഗി ആ പ്ലാറ്റ്ഫോം ഒക്കെ നമ്മൾ ഇന്നലെ കണ്ട ടോപ്പിക്സ് ആണ്. 110 വരെയാണ്. 10 ആണ് അല്ലേ? ഓക്കെ, ഫൈൻ. അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന ഒക്കെ നമ്മൾ കണ്ടു. രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്നലെ കണ്ടു അല്ലെ? സംസാരിച്ചു നമ്മള്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഒക്കെ ഇന്നലെ പറഞ്ഞതാണ്. 110 വരെ എടുത്തു. 111 ആണ് എടുത്തത്. കാരോട്ടാർ 2020 റൂൾസ്, കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് റൂൾസ് ഓഫ് ഒറിജിൻ under trade agreements rules. Carota 2020 came into force on September 21. What are these rules? They set guidelines ഒരു സെക്കൻഡ്. കരോട്ടാർ 2020 റൂൾസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ റൂൾസ് അവർ ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. റൂൾസ് ഓഫ് ഒറിജിൻ, പ്രിഫറൻഷ്യൽ റേറ്റ് ഓൺ ഇമ്പോർട്ട്സ് അണ്ടർ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ്. അപ്പൊ എവിടുന്നാണോ ഒറിജിൻ അനുസരിച്ച് ഈ പ്രിഫറൻഷ്യൽ റേറ്റ് ഇമ്പോർട്ട്സിൽ കൊടുക്കും. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് പല രാജ്യങ്ങളുമായിട്ട് നിലവിലുണ്ട്. അപ്പൊ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉള്ള രാജ്യത്തില് ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ, ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ വലിയ താരിഫ് റേറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യുവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കരോട്ട റൂൾസിന്റെ മറ്റ് ഏരിയാസോട് ഒന്ന് മനസ്സിലാക്കുക. An importer is now required to do due diligence before importing the goods to ensure that they meet the prescribed originating criteria. ഇപ്പൊ ഈ റൂട്ട് മാറിയൊക്കെ വരും. ചൈനീസ് പ്രൊഡക്റ്റ് വേറെ സ്ഥലത്തെത്തിയിട്ട് അവിടുന്ന് അപ്പൊ വരുന്ന രീതിയൊക്കെ വരും. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ എവിടെ നിന്നാണ് ഇതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത്. മിനിമം ഇൻഫർമേഷൻ വിച്ച് ദ ഇമ്പോർട്ടർ ഈസ് റിക്വയർഡ് to possess has also been provided in the rules along with the general guidance. An importer would now have to enter certain origin related information in the bill of entry as available in the certificate of origin. அடுத்து infrastructure investment trust model. Cabinet approves asset monetization of subsidiaries of Power Grid Corporation of India through infrastructure investment trust. This is the first time any PSU in power sector will undertake asset recycling by monetizing its assets through the InvIT model and using the process to fund new and under construction capital project. Power Grid Corporation of India subsidiaries in the monetization. This fund, this asset recycling, PSUs പവർ സെക്ടറിലുള്ളത് അസറ്റ് റീസൈക്ലിംഗിലേക്ക് പോകും. എന്നിട്ട് അത് മോണിറ്റൈസ് ചെയ്യും. ആ ഫണ്ട് ഉപയോഗിച്ച് മറ്റ് പ്രൊജക്ട്സിന്റെ അത് ഉപയോഗിക്കും. ഈ മോഡൽ എന്ന് വെച്ചാൽ എന്താണ്? ഇൻവിറ്റ് മോഡൽ എന്ന് വെച്ചാൽ ഇതൊരു കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്, ലൈക്ക് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് മണി ഫ്രം ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്. അപ്പൊ ഈ ആളുകളുടെ നിന്ന് പൈസ കളക്ട് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് എന്താ ചെയ്യുന്നത്? മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്ന ഇപ്പൊ ഒരു മ്യൂച്വൽ ഫണ്ടിൽ 1 ലക്ഷം പേരുണ്ടെന്ന് വിചാരിക്കുക. ആ 1 ലക്ഷം പേരുടെ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് ഒരു ഫണ്ട് മാനേജർ ഒരു AMC വഴി, അസറ്റ് മാനേജ്മെന്റ് കമ്പനി വഴി ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കും. എന്നിട്ട് ആ ലാഭമാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്നത്. സമാനമാണ് ഇവിടെ ആളുകളുടെ നിന്നും സ്ഥാപനങ്ങളുടെ നിന്നും പൈസ വാങ്ങിച്ചിട്ട് അത് ഇത്തരത്തിലുള്ള പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ റിട്ടേണിന്റെ ഒരു പോർഷൻ ഈ ആളുകൾക്ക് തന്നെ
തിരിച്ചു കൊടുക്കും. ഇതാണ് നടക്കുന്നത്. പവർ ഗ്രിഡ് എന്താണ്? മിനിസ്ട്രി ഓഫ് പവറിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. കൊമേഴ്ഷ്യൽ കോർപ്പറേഷൻ 92-93 തുടങ്ങി. ഇതൊരു മഹാരത്ന കമ്പനിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അടുത്ത ഒരു ചോദ്യം, വേൾഡ്സ് ലാർജസ്റ്റ് സോളാർ ട്രീ. CMERI has developed the world's largest solar tree, which is installed at CSIR CMERI residential colony, Durgapur. Installed capacity solar tree എന്ന് പറയുന്നത് 11.5 kilowatt ആണ്. ഇതിന്റെ ആനുവൽ കപ്പാസിറ്റി എത്രയാണ്? 12,000 to 14,000 യൂണിറ്റ്സ് ആണ്. ക്ലീൻ ഗ്രീൻ പവർ വരും. ഇത് സോളാറിലേക്ക്, സോളാർ ട്രീ എന്ന് വെച്ചാൽ എന്താണ്? സോളാർ ട്രീ എക്സ്പോഷർ സണ്ണിന്റെ മാക്സിമം കിട്ടുന്ന രീതിയിലായിരിക്കും അതിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ കൺസ്ട്രക്ഷൻ നിൽക്കുക. അപ്പൊ മാക്സിമം സോളാർ എനർജി നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. സോ ഷാഡോ ഏരിയാസ് പരമാവധി കുറയും. സോളാർ ട്രീസിന്റെ ഗുണം എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ഫോർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് പ്രൈസ് വോളറ്റൈൽ ഫോസിൽ ഫ്യൂവൽസ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കറണ്ട് ബില്ലൊക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ഇത് ഈ കാർബൺ എമിഷൻസ്, ഫോസിൽ ഫ്യൂവൽസ് പെട്രോളും മറ്റുമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ മോട്ടറിനൊക്കെ ഉപയോഗിക്കും, പമ്പിനൊക്കെ. അപ്പോൾ ഫോസിൽ ഫ്യൂവൽസ് ഒരുപാട് വരും, ഫോസിൽ ഫ്യൂവൽ എമിഷൻ, കാർബൺ എമിഷൻസ് വരും. അപ്പൊ അത് കുറയ്ക്കാൻ ഇത് സഹായകരമാണ്. അപ്പൊ ഈ സർപ്ലസ് ആയിട്ടുള്ള സോളാറിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ് ആയിട്ടുള്ളത് എനർജി ഗ്രിഡിലേക്ക് തിരിച്ചു കൊടുക്കാനും പറ്റും. അപ്പൊ ഈ ഫാർമേഴ്സിന് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? അവർക്ക് അഡീഷണൽ ഇൻകം ആണ്. എങ്ങനെയാണ് അഡീഷണൽ ഇൻകം വരുന്നത്? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ 5 കിലോവാട്ടിന്റെ ഒരു സോളാറിൽ ഒരു ദിവസം 20 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ഒരു മാസം 600 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ഒരു വീട്ടിലേക്ക് ചിലപ്പോൾ 600 യൂണിറ്റ് വേണ്ടി വരില്ല, 300 യൂണിറ്റ് വേണ്ടി വരുള്ളൂ. അല്ലെ ഇപ്പൊ ഒരു ഫാമിലേക്ക് 300 യൂണിറ്റേ വേണ്ടി വരുള്ളൂ. ബാക്കി 300 യൂണിറ്റ് ആര് തിരിച്ചെടുക്കും? ഗവൺമെന്റ് തിരിച്ചെടുക്കും. പവർ ഗ്രിഡിലേക്ക് അവർ തന്നെ വിലയ്ക്ക് വാങ്ങിക്കും. അപ്പൊ ഈ പൈസ കർഷകന് ഒരു വരുമാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ട് രീതിയിലാണ് സോഷ്യൽ ഡെവലപ്മെന്റിന് ഇത് സഹായകരമാണ്. അടുത്തത് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് റിലീസ്. 13th edition of Global Innovation Index released. Index is a leading reference for measuring an economy's innovation performance. With the Cornell University and INSEAD and the World Intellectual Property Organization WIPO ഇവരാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ടീം എന്താണ്? Who will finance innovation is timely given the human and global economic damage wreaked by COVID-19 global pandemic. How are countries ranked? Global Innovation Indexil 80 indicators. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇൻസീഡും വൈപ്പോയും കോർണൽ യൂണിവേഴ്സിറ്റിയാണ്. ഇൻസീഡ് എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും വലിയ മാനേജ്മെന്റ് സ്കൂളുകളിൽ ഒന്നാണ്, ബി സ്കൂളുകളിൽ ഒന്നാണ്. കോർണൽ യൂണിവേഴ്സിറ്റിയും വേൾഡിലെ ഒരു ലീഡിംഗ് യൂണിവേഴ്സിറ്റിയാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനും ഇതിനകത്തുണ്ട്. അപ്പൊ തീം എന്ന് പറയുന്നത് എന്താണ്? ഹൂ വിൽ ഫിനാൻസ് ഇന്നോവേഷൻ. അപ്പൊ ഇന്നോവേഷൻസ് കൂടുതലായിട്ട് വരണം. GII rankings are based on 80 indicators from traditional measurements like research and development investments and international patent and trademark application. ഇന്ത്യയുടെ പെർഫോമൻസ് എത്ര? 48ാമത്തെ പൊസിഷൻ. തേർഡ് മോസ്റ്റ് ഇന്നോവേറ്റീവ് ലോവർ മിഡിൽ ഇൻകം എക്കണോമിയാണ് ഇന്ത്യ. ടോപ്പ് 5 വരുന്നത് സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ, US, UK, നെതർലാൻഡ്സ് ഒക്കെയാണ്. സോളാർ ടെക്നോളജി സബ്മിറ്റ് കമ്മിറ്റ് ചെയ്തു. അത് 115ാമത്തെ ടോപ്പിക്കാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി FICCI as the convener of ISA Global Leadership Task Force on Innovation worked with International Solar Alliance in organizing the summit. The conference saw ISA signing 4 agreements, signaling its intent to focus on key areas of solar energy sector. World Solar Technology Summit ആണ് നടന്നത്.
അപ്പോൾ പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് നടന്നു. യൂണിയൻ മിനിസ്ട്രി ഓഫ് റിന്യൂവബിൾ എനർജിയും വേൾഡ് ബാങ്കുമായിട്ട് ചേർന്നാണ് നടന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ദ ഗ്ലോബൽ ഗ്രീൻ ഗ്രോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ISA ഓൺ ദ പ്രൊമോഷൻ ഓഫ് മില്യൺ സോളാർ പമ്പ്സ്. അതാണ് അപ്പൊ അതിന്റെ ഒരു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അഗ്രിമെന്റ്. 10 ലക്ഷത്തോളം സോളാർ പമ്പ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഇതും നിങ്ങൾക്ക് മെയിനിലൊക്കെ പല ആൻസേഴ്സ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ ആൻസറിൽ കൊണ്ടുവരാം. എ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റെഫ്രിജറേഷൻ പാരീസ്, അതും വന്നു. പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് 47 പ്രൊജക്റ്റിലാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസും അതുപോലെ NTPCയും തമ്മിൽ വന്നിട്ടുള്ളത്. ഒരു മാഗസിനും ലോഞ്ച് ചെയ്തു, സോളാർ കോമ്പസ് 360 എന്ന് പറയുന്ന മാഗസിനും ലോഞ്ച് ചെയ്തു. അടുത്ത് 116 ആത്മനിർഭർ ഭാരത് എറൈസ് അടൽ ന്യൂ ഇന്ത്യ ചലഞ്ചസ് ലോഞ്ച്ഡ്. അടൽ ഇന്നോവേഷൻ മിഷൻ, നീതി ആയോഗ്. ഇവിടെ ദിസ് പ്രോഗ്രാം വിൽ ബി driven by Indian Space Research Organization. 4 ministries: Ministry of Defense, Ministry of Food Processing Industries, Ministry of Health and Family Welfare, Ministry of Housing and Urban Affairs. ഇവരൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ മിനിസ്ട്രീസ് ആണുള്ളത്. ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ റിസർച്ച് ബേസ്ഡ് ഇന്നോവേഷൻസിന് 50 ലക്ഷം രൂപ വരെ ഫണ്ട് ചെയ്യും പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ആത്മനിർഭർ ഭാരത് എറൈസ് അടൽ ന്യൂ ഇന്ത്യ ചലഞ്ച്. അടുത്തത്, വാട്ട് ഈസ് ദ ഫെലൂഡ ടെസ്റ്റ് ഫോർ COVID-19 അപ്രൂവ്ഡ് ബൈ ഇന്ത്യ? ഫെലൂഡ ഇസ് ദ സിനോണിമം ഓഫ് ഫോർ FNCA-S9 editor linked uniform detection assay. It is an accurate low cost paper based test to detect COVID-19 in less than 30 minutes. പേപ്പർ വെച്ചിട്ട് നമുക്കിത് COVID-19 ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൊമേഴ്ഷ്യൽ ലോഞ്ച് ഡ്രഗ് കൺട്രോളർ അപ്രൂവ് ചെയ്തു. ഇത് ഡെവലപ്പ് ചെയ്ത CSIR-ഉം ടാറ്റ ഗ്രൂപ്പും. ഇത് ജീൻ എഡിറ്റിംഗ് ടെക്നോളജി വഴിയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് SARS-CoV-2. എന്നിട്ട് അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ഇത് ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സഹായകരമാവും. ജീൻ എഡിറ്റിംഗിന്റെ ഒക്കെ ഒരു ബേസ് മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നു ജീൻ എഡിറ്റിംഗ് എന്താണ്, അതിന്റെ ഗുണങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സിലും ഒക്കെ തന്നെ കണ്ടിരുന്നു. അപ്പൊ finds its use in correcting genetic defects and treating and preventing the spread of diseases. Technology can detect specific sequences of DNA within a gene and uses an enzyme functioning as molecular scissors to snip it. It also allows researchers to easily alter DNA sequences and modify gene function. Technology can also be configured for detection of multiple other pathogens in the future. At the 118, hydrogen enriched compressed natural gas. Ministry of Road Transport and Highways has allowed use of hydrogen enriched 18% hydrogen mix on CNG engines. Hydrogen enriched compressed natural gas. A notification for amendments to Central Motor Vehicles Rules 1989 for inclusion of hydrogen CNG as an automotive fuel has already been published. അപ്പൊ ഇതൊരു ഓട്ടോമാറ്റിക് ഫ്യൂവൽ ആയിട്ട് ഗവൺമെന്റ് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? Bureau of Indian Standards BIS has also developed specifications of hydrogen enriched compressed natural gas for automotive purposes as a fuel. ഇവിടെ എന്താ സംഭവിക്കുക? ഹൈഡ്രജൻ എൻറിച്ച്ഡ് compressed natural gas, the blending of hydrogen with the CNG provides a blended gas termed as HCNG. It can be used in place of gasoline, diesel fuel and propane, LPG, and its combustion produces fewer undesirable gases. ഇതുകൊണ്ടുള്ള ഗുണം കാർബൺ എമിഷൻ കുറയും. എത്ര? 70% കുറയും. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു എക്സാമ്പിൾ ആയിട്ടൊക്കെ മെയിൻ ഓറിയന്റഡ് ആയിട്ട് എഴുതാം. ഈ ഹൈഡ്രജൻ എൻറിച്ച്ഡ് compressed നാച്ചുറൽ ഗ്യാസ്
ഫ്യൂവൽ സേവിങ്സ് 5% കൂട്ടും. ഒരു ഹൈഡ്രജൻ എക്കോണമിയിലേക്ക് ഇന്ത്യ വരികയാണ്. ഒന്ന് നോട്ട് ചെയ്യുമോ ഹൈഡ്രജൻ എക്കോണമി എന്നുള്ളത്? ഇത് പുതിയ ഗവൺമെന്റ് ഇന്നലെ മിനിയാന്ന് ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിലും ഒക്കെ ഹൈഡ്രജൻ എക്കോണമിയുടെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പ്രൈം മിനിസ്റ്റർ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ഹൈഡ്രജൻ എക്കോണമി, അതിനെക്കുറിച്ചൊരു ഒരു നോട്ട് തയ്യാറാക്കിയ നന്നായിരിക്കും. പ്രിലിമിലും മെയിനും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ നൈട്രസ് ഓക്സൈഡ് ഒക്കെ കുറച്ച് എമൗണ്ട്സ് ഇത് പുറത്തു വിടുന്നുണ്ട്. എഞ്ചിന് വലിയ മോഡിഫിക്കേഷൻ ആവശ്യമില്ല. ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസിന് ബെസ്റ്റ് ഫ്യൂവലാണ്. ഒക്ടൈൻ റേറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ബെറ്റർ പെർഫോമൻസ് കിട്ടും. സോ current cost of hydrogen is more than the cost of natural gas. So HCNG's cost is more than CNG. Adutha topic 119. Merger of two black holes. Gravitational waves from a collision between two black holes were detected in 2019 at the Gravitational Wave Observatory, LIGO, United States in the Gravitational Wave Observatory, and the detector Virgo, Italy. It was calculated to have come from roughly 17 billion light years away, and from a time when the universe was about half its age. What is unique about this merger? One of the two parent black holes was an unusual intermediate mass, which challenges traditional scientific knowledge. It is the first intermediate mass black hole ever observed. ആദ്യത്തെ ഒരു ഇന്റർമീഡിയറ്റ് വലിയ ഒരു ബ്ലാക്ക് ഹോൾ ആണ് ഒബ്സർവ് ചെയ്യപ്പെടുന്നതിൽ ആദ്യത്തേത്. ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് വെച്ചാൽ എന്താ? ഇത് പലപ്പോഴും ഇൻവിസിബിൾ ആണ്, ഇത് കാണാൻ പറ്റത്തില്ല. ഇൻവിസിബിൾ റിപ്പിൾസ് ദാറ്റ് ഫോം when a star explodes in a supernova. ഒരു സ്റ്റാർ പൊട്ടിത്തെറിക്കുമ്പോൾ കാണാൻ സാധിക്കാത്ത തരത്തിൽ when two big stars orbit each other and when two black holes merge, അത് രണ്ട് ബ്ലാക്ക് ഹോൾസ് മെർജ് ചെയ്യുമ്പോഴാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ടാവുക. ലൈറ്റ് സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 2015 ലിഗോ ഡിറ്റക്ട് ചെയ്തിരുന്നു. ബ്ലാക്ക് ഹോൾ എന്ന് വെച്ചാൽ എന്താണ്? ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് is an object in space that is so dense. സ്പേസിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, അത് വളരെ സാന്ദ്രതയേറിയ ഡെൻസ് ആണ്, ആൻഡ് ഹാസ് such strong gravity. നല്ല ഗ്രാവിറ്റി ആണ്, ഫോഴ്സ് ആണ്, that no matter or light can escape its pull. അപ്പൊ ഈ ബ്ലാക്ക് ഹോളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ആർക്ക് പറ്റത്തില്ല? ഒരു മാറ്ററിനോ ലൈറ്റിനോ അവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ കൂടുതലാണ്. ബിക്കോസ് നോ ലൈറ്റ് ക്യാൻ എസ്കേപ്പ്, ഇറ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് ഇൻവിസിബിൾ. ലൈറ്റിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇത് ബ്ലാക്കും ഇൻവിസിബിളും ആയിരിക്കും. ഇതുകൊണ്ടാണ് ഇത് ബ്ലാക്ക് ഹോൾ എന്നറിയപ്പെടുന്നത്. There is a boundary at the edge of a black hole called the event horizon, which is the point of no return. Any light or matter that crosses that boundary is sucked into the black hole. It would need to travel faster than the speed of light to escape, which is impossible. Anything that crosses the event of horizon is destined to fall to the very center of the black hole and be squashed into single point with the infinite density. This is called singularity. LIGO എന്ന് പറയുന്ന ഒരു ഒബ്സർവേറ്ററിയാണ്. ഈ കോസ്മിക് ഗ്രാവിറ്റേഷണൽ വേവ്സിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഒബ്സർവേറ്ററിയാണ്. അപ്പോ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ആസ്ട്രോണമിക്കൽ സ്റ്റഡീസിന് വേണ്ടി ഗ്രാവിറ്റേഷണൽ വേവ്സിനെ ഒബ്സർവ് ചെയ്യുക. വാഷിംഗ്ടണിലുണ്ട്. There are two at Hanford, Washington, northwestern US, and Livingston in Louisiana. Asteroid 465824. NASA പറഞ്ഞു says asteroid 465824 2010 FR, which is twice as big as the pyramid of Gaza, may cross Earth orbit on September 6. Near Earth object and potentially hazardous asteroid. എന്താണ് നിയോസ് എന്ന് പറയുന്നത്? നിയർ എർത്ത് ഒബ്ജക്ട്സ്, നിയോസ്. നാസ നിയോസിനെ പറഞ്ഞിരിക്കുന്ന
comets and asteroids nudged by the gravitational attraction of nearby planets into orbits that allow them to enter Earth's neighborhood. These objects are composed mostly of water ice with embedded dust particles. ഈ ആസ്ട്രോയിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? റോക്കി ഒബ്ജക്ട്സ് ആണ് ദാറ്റ് ഓർബിറ്റ് ദ സൺ. സണ്ണിന് ചുറ്റും കറങ്ങും. പ്ലാനറ്റ്സിനൊക്കെ ചെറുതാണ്, മൈനർ പ്ലാനറ്റ്സ് എന്ന് ഇവ അറിയപ്പെടും. The remnants from the formation of the solar system over 4.6 billion years. Why most asteroids are found in only one region? Most such objects can be found in the asteroid belt between Mars and Jupiter, which is estimated to contain somewhere between 1.1 to 1.9 million asteroids. Asteroids, Trojans എന്ന് പറയുന്ന asteroids, ലാർജ് പ്ലാനറ്റുമായിട്ട് ഓർബിറ്റ് ഷെയർ ചെയ്യുന്നതാണ് ട്രോജൻ എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരു അസൈൻമെന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സയൻസ് ആൻഡ് ടെക്കിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ പലരും, സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ പല കുട്ടികളും വായിക്കാറില്ല. പക്ഷെ UPSC ഇപ്പോ NCERTയുടെ സയൻസ് ബുക്ക് ചെയ്യുന്നത് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അറ്റ്ലീസ്റ്റ് ബുക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് പോകുക. NCERT ബുക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളതെങ്കിലും ഒന്ന് അടിച്ചു കൊടുത്ത് പോവേണ്ടതുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് പോകണം കേട്ടോ. നിയർ എർത്ത് ആസ്ട്രോയിഡ്സ്. അപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷം 2-3 വർഷങ്ങളിലെ പാറ്റേണുകൾ നോക്കിയാൽ സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ധാരാളം വരുന്നുണ്ട്. നിയർ എർത്ത് ആസ്ട്രോയിഡ്സ് which have orbits that pass close by the earth. Those that cross the earth's orbit are called earth crosses. Why do scientists track asteroids? Asteroids might be potentially hazardous. Potentially hazardous asteroids എന്നറിയപ്പെടുന്നത് കൂടുതലും മാർസിനും ജൂപ്പിറ്ററിനും ഇടയ്ക്കുള്ള 1400ഓളം ആസ്ട്രോയിഡ്സ്. Most drastic measure undertaken so far is the Asteroid Impact and Deflection Assessment, AIDA, which includes NASA's Double Asteroid Redirection Test Mission and the Europe Space Agency's HERA. Mission target is Didymos, a binary near Earth asteroid, one of whose bodies is of the size that could pose a significant threat to Earth. In 2018, NASA announced that it had started the construction of DART, which is scheduled to launch in 2021, with an aim to slam into smaller asteroid of the Didymos system at around 6 kilometers per second in 2022. HERA എന്ന് പറയുന്നത് എന്താണ്? HERA scheduled to launch in 2024 will arrive at Didymos system. European Space Agency അത് ദിദിമോസിലെത്തും 2027 to measure the impact of crater produced by the DART collision and study the change in asteroids orbital trajectory. 121, topic number 121, solar cycle 25 എന്ന് വെച്ചാൽ ഒരു ന്യൂ solar cycle 25 അത് NASA അനൗൺസ് ചെയ്തു അതിന്റെ predictions. The solar minimum for solar cycle 25 occurred in December 2019. Scientists predict a solar maximum, middle of the solar cycle, will be reached by July 2025. The solar cycle will be as strong as the last solar cycle, which was a below average cycle but not without risk. What is a solar cycle? Solar cycle എന്ന് വെച്ചാൽ Sun is a huge ball of electrically charged hot gas. This charged gas moves, generating powerful magnetic field. Charged sun എന്ന് പറയുന്ന ഒരു electrically charged hot gas ആണ്, ball ആണ്. അപ്പോൾ ഇത് മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് goes through a cycle called solar cycle. Every 11 years, sun's magnetic field completely flips.
11 വർഷം കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം ഉണ്ടാകും. ദിസ് മീൻസ് ദാറ്റ് സൺസ് നോർത്ത് ആൻഡ് സൗത്ത് പോൾ സ്വിച്ച് പ്ലേസസ്. Then it takes about another 11 years for sun's north and south pole flip back again. തിരിച്ചും മറിച്ചുമാണ് ഈ സൈക്കിള് കംപ്ലീറ്റ് ചെയ്യപ്പെടുക. 24 സൈക്കിൾസ് ആസ്ട്രോണമേഴ്സ് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തു. ലാസ്റ്റ് വൺ എൻഡ് ചെയ്ത എന്നാണ് 2019-ലാണ്. ഇതാണ് സോളാർ സൈക്കിൾ. അപ്പൊ സോളാർ സൈക്കിൾ എന്താണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇത് ഒരു തവണ UPSC ചോദിച്ചതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ഹൗ ഡു സയന്റിസ്റ്റ് ട്രാക്ക് സോളാർ ആക്ടിവിറ്റി? Scientists track solar activity by using sunspots. The beginning of a solar cycle is typically characterized by only few sunspots and is therefore referred to as solar minimum. Science and technology പൊതുവെ നിങ്ങൾക്ക് പ്രയാസമുള്ളവരുണ്ടോ? ഉണ്ടോ? ബുദ്ധിമുട്ടുള്ളവരുണ്ടോ? സയൻസ് ആൻഡ് ടെക്കിന്റെ വളരെ ഡെപ്തിലുള്ള സെഷൻസ് കഴിഞ്ഞ ബാച്ചിന് കഴിഞ്ഞാണ്, പുതിയ ബാച്ചിന് വേണ്ടി ആരംഭിക്കുന്നുണ്ട്. തീരെ പ്രയാസമുള്ള ആളുകൾ അതിലിരുന്നാലും കുഴപ്പമില്ല. ഓഫീസർ, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആ ക്ലാസ്സസ് എടുക്കുന്നത്. അദ്ദേഹം ടോപ്പർ ആയിരുന്നു. അദ്ദേഹം എഴുതിയ കാലഘട്ടത്തിലൊക്കെ GS ടോപ്പർ ആയിരുന്ന ആളാണ്. സെപ്റ്റംബർ ആദ്യം വരെ ആ ക്ലാസ് തുടങ്ങും. 10 ദിവസത്തിനുള്ളിൽ ആ ക്ലാസ് ആരംഭിക്കും. അപ്പം ഒരു ബേസിക് ക്ലാരിറ്റി കിട്ടാനും അത് നിങ്ങൾക്ക് വളരെയധികം സഹായകരമായി. Beginning of a solar cycle is typically characterized by only a few sunspots and is therefore referred to as solar minimum. Solar minimum ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടിട്ടുണ്ട്. സോളാർ മിനിമം എന്താണ്? സോളാർ സൈക്കിൾ ആരംഭിക്കുന്ന കുറച്ച് സൺസ്പോട്സിന്റെ ഒക്കെ by only a few sunspots. ഇതാണ് സോളാർ മിനിമം എന്നറിയുന്നത്. What is solar minimum and maximum? One way to track the solar cycle is counting the number of sunspots. അപ്പൊ ഈ സൺസ്പോട്സ് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഈ സോളാർ സൈക്കിളിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. സോളാർ സൈക്കിളിന്റെ ബിഗിനിങ് സോളാർ മിനിമവും, അപ്പൊ കുറച്ച് സൺസ്പോട്സേ ഉണ്ടാവുള്ളൂ. സോളാർ ആക്ടിവിറ്റി കൂടും, നമ്പർ ഓഫ് സൺസ്പോട്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്. മിഡിൽ ഓഫ് ദ സോളാർ സൈക്കിൾ ഈസ് ദ സോളാർ മാക്സിമം. സോളാർ മാക്സിമം എന്നറിയപ്പെടുന്ന മിഡിലാണെന്നുള്ളത് ഓർമ്മ വരും. When the sun has the most sunspots as the cycle ends, it fades back to solar minimum and then to a new cycle begins. നാസയുടെ സോണിഫിക്കേഷൻ പ്രൊജക്ട്, ഇതെന്താണ്? നാസയുടെ സോണിഫിക്കേഷൻ പ്രൊജക്ട് എന്ന് പറയുന്നത് എന്താണ്? The Chandra X-ray Center in collaboration with the NASA's Universe of Learning Program UOL. Objective of the project is to transform data from astronomical images into audio. Project allows audiences, including visually impaired communities, to experience space through data. Visually impaired ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ കൂടി സഹായിക്കുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഈ ഡാറ്റ സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? It refers to the use of sound values to represent real data. Simply put, it is the auditory version of data visualization. ഒരു ഡാറ്റ വിഷ്വലൈസേഷന്റെ ഒരു auditory version. How did NASA translate astronomical images into sound? NASA's distant telescopes in space collect inherently digital data in the form of ones and zeros before converting them into images. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ ഇമേജ് ഇത് എങ്ങനെയാണ് നാസ ഇമേജസിനെ സൗണ്ട് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്? Images are essential visual representation of light and radiation of different wavelengths in space that can be seen by the human eye. The Chandra project has created a celestial concert of sorts by translating the same data into sound, pitch and volume, and are used to denote the brightness and position of a celestial object of phenomenon. Ready project. So far, the astronomers behind Project Chandra have released 3 examples made using data collected from some of the most distinct features in the sky: the Galactic Center, Cassiopeia, a Pillars of Creation nebula. അടുത്തത് 123ാമത്തെ ടോപ്പിക്. റെഡ് ബുൾസ് പ്ലീ ഓൺ ട്രേഡ്മാർക്ക് റിജക്റ്റഡ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡ് റിജക്റ്റഡ് പ്ലീ ഫ്രം റെഡ് ബുൾ. റെഡ് ബുൾ എന്ന് പറയുന്ന ഒരു വലിയ മാനുഫാക്ചറർ ആണ് അല്ലെ? എന്താണ്
energy drink for the removal of a trademark registered in the name of Dr. Reddy's Laboratories Limited. And the issue, Red Bull has adopted a trademark with the tagline "Gives you wings," and said due to the extensive publicity, the concept of an animal human acquiring wings after consumption of Red Bull energy drink has become exclusively associated with it. However, another trademark was registered in November 2011 with the tagline "Your Wings to Life" in the name of Dr. Reddy's Laboratories. Now Red Bull had sought its cancellation. Your Wings to Life gives you wings. വ്യത്യാസം ഉണ്ടോ? മീനിങ്ങിൽ വ്യത്യാസം ഉണ്ടോ? അപ്പൊ ഇത് സിമിലാരിറ്റി വന്നു എന്ന് പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതാണ് മാറി. ഇപ്പൊ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിലുള്ള ഒരു വലിയ പ്രശ്നം എന്താണ്? ചിലപ്പോൾ സിമിലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരും അല്ലെ? റൈവൽ ട്രേഡ് മാർക്സ് ആർ നെയ്തർ ഡെസെപ്റ്റീവ്ലി സിമിലർ നോർ ഐഡന്റിറ്റിക്കൽ വിത്ത്. എന്തുകൊണ്ടാണ് അവർ ഡിസ്മിസ് ചെയ്തത്? നോട്ട് ദ മെയിൻ മാർക്ക്, ഇറ്റ് ഈസ് സബ് ബ്രാൻഡ്. ഇപ്പൊ ഇത് റെഡ് ബുൾ എന്നുള്ള പേരല്ല ഇവിടെ വന്നിരിക്കുന്നത്, അതിന്റെ ടാഗ് ലൈനിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് റെപ്യൂട്ടേഷനെ അഫക്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രേഡ് മാർക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, ട്രേഡ് മാർക്കിന് വേണ്ട റിക്വയർമെന്റ്സ് മനസ്സിലാക്കുക. ഇന്ത്യയില് പലതരത്തിലുള്ള ട്രേഡ് മാർക്കുകൾ ഉണ്ട്. പേഴ്സണൽ സർനെയിംസ് ഒക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ ലെറ്റേഴ്സ് നമ്പേഴ്സ് കോമ്പിനേഷനിൽ ചെയ്യാൻ പറ്റും, മോണോഗ്രാംസ് ഉണ്ട്, ഇതൊക്കെ തന്നെ സാധിക്കും. കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ്സ് ഡിസൈൻസ് ആൻഡ് ട്രേഡ് മാർക്ക് അവരാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. വാട്ട് ഈസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡ്? സെപ്റ്റംബർ 15, 2003 ഇന്ത്യൻ ഗവൺമെന്റ് സെറ്റ് ചെയ്തതാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ചോദ്യം ചെയ്യാം. അടുത്ത ഗ്രീൻ ടേം അഹെഡ് മാർക്കറ്റ്. ഗ്രീൻ ടേം അഹെഡ് മാർക്കറ്റ് GTAM in electricity launched as a first step towards greening the Indian short-term power market. What is green term? Green term ahead market. It is an alternative new model introduced for selling of the power by the renewable developers in the open market without getting into long-term PPAs. ഇതിന്റെ ഫീച്ചർ എന്താണ്? ഗ്രീൻ ടേം അഹെഡ് മാർക്കറ്റ് ഇതിന്റെ ഫീച്ചർ എന്താണ്? ട്രാൻസാക്ഷൻസ് ത്രൂ green term ahead market will be a bilateral in nature with a clear identification of corresponding buyers and sellers. There will not be any difficulty in accounting for renewable purchase obligations. Green term ahead market GTAM contracts അവിടെ സംഭവിക്കുന്നത് സോളാർ നോൺ സോളാർ ഈ രണ്ട് രീതിയിലാണ് റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻസ് വരുന്നത്, RPOs. അപ്പൊ ഇതൊരു ആൾട്ടർനേറ്റീവ് ന്യൂ മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? റിന്യൂവബിൾ ഡെവലപ്പേഴ്സിന് പവർ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ വേണ്ടി അതിനുള്ളൊരു ഏർപ്പാടാണ്. അപ്പൊ റിന്യൂവബിൾ ഡെവലപ്പേഴ്സ് ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഈ പവർ സെക്ടറിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് സെക്ടറിലും ധാരാളം വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇത് സെല്ല് ചെയ്യാം, അവരുടെ പവർ സെല്ല് ചെയ്യാം ഈ ഒരു കോൺട്രാക്ട് വെച്ചിട്ട്. ഈ രീതിയിൽ ഗവൺമെന്റ് സെറ്റ് ചെയ്യുന്ന ടാർഗറ്റ് 175 ജിഗാവാട്ടാണ്. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നോട്ടിഫിക്കേഷൻ എന്താണ് EIA? നിങ്ങൾക്ക് പൊതുവെ ഒരു ക്ലാരിറ്റി ഉണ്ടാവേണ്ട ഒരു ടോപ്പിക്കാണ് EIA എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ സ്പെഷ്യൽ rapporteurs have raised several concerns about the draft environment impact assessment notification 2020 and have asked the government how its provisions correspond with India's obligations under international law. About 3 important issues UN in the special rapporteurs പറയുന്ന clauses 14(2) 26
Exemption of several large industries and projects from public consultation. അതിനെക്കുറിച്ച് പറയുന്നു. Such as part of the environmental impact assessment process, such as chemical manufacturing and petroleum products, building, construction and area development, inland waterways and expansion or widening of national highways. These exemptions are unwarranted given the substantial environmental and human rights negative impacts that can arise from projects in these areas. ഇതെന്താ സൂചിപ്പിക്കുന്നത്? എല്ലാത്തിനും വെച്ചാൽ നടക്കത്തില്ല. അപ്പൊ ചില പ്രൊജക്ട്സിൽ എക്സംഷൻസ് കൊണ്ടുവന്നിട്ട് അപ്പൊ ചില കാര്യങ്ങളിൽ എക്സംഷൻസ് ആവശ്യമാണ്. Draft notification does not require publication of information or holding of public consultation for projects labeled by the central government as involving strategic considerations. The draft does not provide clarification regarding the criteria for categorizing projects strategic by central government and hence could be open to excessively broad interpretations. There is a clause on post facto clearance. These are for projects that have started without obtaining the required environmental clearances or permissions. This practice contradicts basic principles related to the environmental rule of law. Post facto clearance എന്ന് വെച്ചാൽ ആദ്യം ക്ലിയറൻസ് ആവശ്യമില്ല, എൻവയോൺമെന്റൽ ക്ലിയറൻസ് ആവശ്യമില്ല, അതിനുശേഷം ക്ലിയറൻസ് എടുത്താൽ മതി. അപ്പൊ അതും എൻവയോൺമെന്റൽ ലോസിനെതിരെ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നം, this draft notification does not require publication of information or holding of public consultation for projects labeled by central government as involving strategic considerations. ഒരു പബ്ലിക് ഇൻഫർമേഷൻ ചില കാര്യങ്ങളിൽ ആവശ്യമില്ല, അല്ലെ പബ്ലിക് കൺസൾട്ടേഷൻ സെൻട്രൽ ഗവൺമെന്റ് സ്ട്രാറ്റജിക് കൺസിഡറേഷന് വേണ്ടിയിട്ട് പറയുന്ന പ്രോജക്റ്റ്. അങ്ങനെയുള്ള പ്രോജക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഒരു ഡിഫൻസ് ഫാക്ടറി വരുന്നു, ഡിഫൻസ് എക്യുപ്മെന്റ്, അതില് ഈ കൺസൾട്ടേഷൻ ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പൊ അത് ദുർബലപ്പെടുത്തുകയല്ലേ? എന്തിനാ ദുർബലപ്പെടുത്തും? എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിനെ ദുർബലപ്പെടുത്തും. Under Environment Protection Act 1986, India notified first EIA norms in 1994. 94 ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. എല്ലാ പ്രൊജക്റ്റും EIA പ്രോസസ്സിലൂടെ പോകണം. ഡെവലപ്മെന്റ് പ്രൊജക്ട് അങ്ങനെ ക്ലിയറൻസ് വാങ്ങണം. Government redrafted it again, incorporate amendments and relevant court orders issued since 2006, and to make EIA process more transparent and expedient. അതുപോലെ പബ്ലിക്കിന് റെസ്പോൺസ് സബ്മിറ്റ് ചെയ്യാൻ 20 ദിവസമായിട്ട് ടൈം ചുരുക്കിയിട്ടുണ്ട്. പബ്ലിക് കൺസൾട്ടേഷൻ ഹിയറിംഗിന് വേണ്ടി മാക്സിമം 40 ഡേയ്സ് എടുക്കാവൂ. അതുപോലെ എക്കണോമിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിലും ഒരു പബ്ലിക് ഹിയറിംഗ് ഇല്ലാതെ ഒരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. മൈനിങ് പ്രൊജക്ട്സിന് ഇൻക്രീസ്ഡ് വാലിഡിറ്റി ഓഫ് ദ എൻവയോൺമെന്റ് clearances for mining projects 50 years versus 30 years currently. River Valley projects in 10 വർഷമായിട്ട് അത് ചുരുക്കിയിട്ടുണ്ട്. Reversible environmental issues of that. ാണ് ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നാഷണൽ പാർക്സ്. ആസാം ഗവൺമെന്റ് കാസിരംഗ നാഷണൽ പാർക്കില് അവര് 884 സ്ക്വയർ കിലോമീറ്ററിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് അഡീഷൻസ് വുഡ് ഹെൽപ്പ് പ്രൊവൈഡ് കണക്ടിവിറ്റി ടു ഒറാങ് ആൻഡ് നമേരി നാഷണൽ പാർക്സ് അക്രോസ് റിവർ ബ്രഹ്മപുത്ര. ഇത് വാർത്തകളിൽ വരുന്ന നാഷണൽ പാർക്കൊക്കെ പൊതുവെ UPSC ചോദ്യം ചോദിക്കുന്നതാണ്. അതുപോലെ ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെന്റ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി വെക്കേണ്ടത്. വൈറ്റമിൻസ്, അതിന്റെ ഡെഫിഷ്യൻസി, ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഇത് പറ്റുവാണെങ്കിൽ ഒന്ന് ഹ്യൂമൻ ബോഡി, വൈറ്റമിൻസ്, ഡിസീസസ്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക കേട്ടോ. UPSC പലപ്പോഴും ചോദിക്കുന്നതാണ്. അത് സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസിൽ വരുന്ന ഒരു ഏരിയയും കൂടിയാണ്.
ബേസിക് സയൻസിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്. ബേസിക് സയൻസ്. നാഷണൽ പാർക്ക് ഹാസ് മോർ റെസ്ട്രിക്ഷൻസ് ആസ് കമ്പയർഡ് ടു വൈൽഡ് ലൈഫ് സാങ്ച്വറി. അത് മനസ്സിലാക്കുക. ബൗണ്ടറീസ് ആർ ഫിക്സ്ഡ് ആൻഡ് ഡിഫൈൻഡ്. എന്താണ് നാഷണൽ പാർക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ നാഷണൽ പാർക്ക് ഇസ് ടു പ്രൊട്ടക്ട് നാച്ചുറൽ എൻവയോൺമെന്റ് ഓഫ് ദ ഏരിയ ആൻഡ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. വാട്ട് ഈസ് അലൗഡ് ആൻഡ് വാട്ട് ഈസ് നോട്ട് അലൗഡ് ഇൻസൈഡ് നാഷണൽ പാർക്ക്. ഇത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. UPSC പ്രിലിമിനും ചോദ്യം വന്നിട്ടുണ്ട്. No human activity is allowed. Grazing of livestock, private tenurial rights are not permitted. National Park പറ്റത്തില്ല. അതുപോലെ species mentioned in schedules of Wildlife Act are not allowed to be hunted or captured. No person shall destroy, remove or exploit any wildlife from a national park or destroy or damage the habitat of any wild animal or deprive any wild animal of its habitat within the national park. They cannot be downgraded to the status of a sanctuary. National Park ne oru wildlife sanctuary il ninnu വേർതിരിക്കുന്ന ഘടകങ്ങൾ UPSC ചോദിച്ചിട്ടുണ്ട്. നാഷണൽ പാർക്ക് എന്താണ്, ബയോ റിസർവ്സ് എന്താണ്, സാങ്ച്വറി എന്താണ്, ഈ ഡിമാർക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നാഷണൽ പാർക്സ് ക്യാൻ ബി ഡിക്ലെയർഡ് ബോത്ത് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അടുത്ത 127. Climate Smart Cities Assessment Framework. Ministry of Urban Affairs ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലൈമറ്റ് സെൻസിറ്റീവ് അപ്രോച്ച് അർബൻ പ്ലാനിങ്ങിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. The framework has 28 indicators across 5 categories, namely energy and green buildings, urban planning, green cover, biodiversity, mobility and air quality, water management, waste management. ഇത് മെയിനിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. സ്മാർട്ട് സിറ്റീസ്, സ്മാർട്ട് സിറ്റീസിന് ഇങ്ങനെ 5 ഫ്രെയിംവർക്ക് ഉണ്ട്. 28 ഫ്രെയിംവർക്ക് ഉണ്ട്. അതിൽ തന്നെ മേജർ 5 കാറ്റഗറീസ് ആണ്. 28 ഇൻഡിക്കേറ്റേഴ്സ് 5 കാറ്റഗറീസ് ആയിട്ട്. എനർജി ആൻഡ് ഗ്രീൻ ബിൽഡിംഗ്. ഗ്രീൻ ബിൽഡിംഗ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുക? സോളാറൊക്കെ വെച്ച് ബിൽഡിംഗ്. അർബൻ പ്ലാനിങ്, ഗ്രീൻ കവർ, ആവശ്യത്തിന് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. ബയോഡൈവേഴ്സിറ്റി, mobility and air quality, water management, waste management, methane hydrate deposits. കൃഷ്ണ ഗോദാവരി ബേസിനിൽ കണ്ടുപിടിച്ചത് ബയോജനിക് ഒറിജിൻ ഉള്ളത്. എന്താണ് ഈ കൃഷ്ണ ഗോദാവരി ബേസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ലോവസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് മീഥേൻ പ്രസന്റ് ഇൻ ദ മീഥേൻ ഹൈഡ്രേറ്റ്സ് ഇൻ കൃഷ്ണ ഗോദാവരി ബേസിൻ ഇസ് twice that of all fossil fuel reserves available in world wide. ഇത് വലിയൊരു വാർത്തയാണ്. ലോകമെമ്പാടുമുള്ള ഫോസിൽ ഫ്യൂവൽസിന്റെ ഇരട്ടിയോളം മീഥേൻ ഹൈഡ്രേറ്റ് കൊണ്ടുവരികയാണ്. ബയോജനിക് മീഥേൻ ജനറേഷൻ അത് വളരെ ഹൈ ആണ് ഈ ഏരിയയിൽ. 7.68 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് ഉണ്ട്. മീഥേൻ എന്താണ്? ഇതാണ് ഇപ്പൊ ചോദ്യമൊക്കെ വരും. നിങ്ങൾ ഇന്നലെ കമ്പൈൻഡ് SSC കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ ചോദ്യം കണ്ടിരുന്നു. സയൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. കണ്ടോ? നിങ്ങൾ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും നിങ്ങൾ നോക്കുവാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇങ്ങനെയുള്ള സംഗതികൾ എന്താണ് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഒരു പോസിബിലിറ്റി ഈ പ്രിലിമിന് ഈ സയൻസ്, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിലിമിന് ഒരുക്കുന്നവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് സയൻസ് ആൻഡ് ടെക് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു എംഫസൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയെ വലിയ പ്രാധാന്യം ഇല്ലാതെ കണ്ടിരുന്ന ഒരവസ്ഥ മാറുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറ്റുവാണെങ്കിൽ നിങ്ങൾ NCERT ബേസിക് സയൻസ് ജസ്റ്റ് ഒന്ന് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലും മതി. പഴയ കാലത്തൊക്കെ നേരത്തെ പറയും NCERT സയൻസ് ഒന്നും നോക്കണ്ട എന്ന് പറയും. പക്ഷെ ഇത്തവണ നമ്മൾ NCERT ബുക്ക് ലിസ്റ്റ് തന്നതിൽ സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ബുക്സ് കൂടെ നമ്മൾ ആഡ് ചെയ്തു. NCERT ബുക്ക് ലിസ്റ്റ് തന്ന കൂടത്തിൽ. അതിനുള്ളൊരു കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് സയൻസ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് പേടിക്കാനൊന്നുമില്ല. ബേസിക് സയൻസ് ആണ് കൂടുതലും വരുന്നത്. കറന്റ് റിലേറ്റഡ് ആണ് കൂടുതൽ വരുന്നത്. രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു 8ാം ക്ലാസ് മുതലാണോ നോക്കേണ്ടത്? ബേസിക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി പോയാൽ മതി. നമ്മളൊരു ഇതിട്ടിരുന്നത് കണ്ടിരുന്നു. ആ ബുക്സ് നോക്കേണ്ട ബുക്സിന്റെ ഒരു ലിസ്റ്റ് ഇട്ടിരുന്ന് കണ്ടിരുന്നു. നേരത്തെ സയൻസിന്റെ മാത്രം ഒന്നും നോക്കിയിട്ടില്ല.
ആ ബുക്ക് ലിസ്റ്റ് കണ്ടിരുന്നു, ഒരു NCERT-യുടെ ഒരു ബുക്ക് ലിസ്റ്റ് ഇട്ടത്. അതില് സയൻസ് ഉണ്ട്. അതില് ഏതൊക്കെ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സിലെയും സയൻസ് ഏതൊക്കെയാ നോക്കണ്ടെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഒന്നുകൂടി ഇടാം, അല്ല ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുമോ? അത് കിടപ്പുണ്ടോ ആരുടെയെങ്കിലും? സഫലയുടെ കയ്യിൽ കിടപ്പുണ്ടോ അത്? ഇല്ല സർ, ആ ബുക്ക് ലിസ്റ്റിന്റെ ഇല്ല എന്റെ. അല്ല, ഞാൻ ഓഫീസിൽ പറഞ്ഞൊന്നുകൂടി ഇടിയിക്കാം, അതൊന്നുകൂടി ഇടിയിക്കാം. അപ്പൊ ഇത് നോക്കൂ, ഇതെന്ന് വെച്ചാൽ വലിയൊരു ഇൻവെൻഷനാണ് ഈ. അപ്പൊ നമ്മൾ ഈ ചിലപ്പോൾ ആദ്യമായിട്ട് മീഥൈൻ ഹൈഡ്രേറ്റ് എന്ന് കാണുമ്പോൾ നമ്മൾ ആകപ്പാട് അയ്യോ ഇത് എവിടുന്നാ വന്നതെന്നുള്ള ചോദ്യം വരും. പക്ഷെ അതിന്റെ ബേസ് എവിടെയാണ്? സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൃഷ്ണ ഗോദാവരി ബേസിനിൽ ബയോജനിക് ഒറിജിനുള്ള മീഥൈൻ ഹൈഡ്രേറ്റ് ലോകത്തുള്ള ഫോസിൽ ഫ്യൂവൽസിന്റെ 2 ഇരട്ടിയോളം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇത്തവണ ഉറപ്പായിട്ടും 100% ഈ ഹൈഡ്രജൻ എക്കോണമിയെ ബേസ് ചെയ്തിട്ട് ചോദ്യം വരും. 100% ഗ്യാരണ്ടീഡ് ആണ് ക്വസ്റ്റ്യൻ കേട്ടോ, ഗ്യാരണ്ടീഡ് ആണ്. സയൻസ് ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ വരും. ക്ലാരിറ്റിയോടെ ഇന്ന് പഠിക്കുക, നോക്കി പഠിക്കുക. കാര്യം പ്രൈം മിനിസ്റ്ററുടെ സ്പീച്ചിൽ പറഞ്ഞു, അതിന് മുമ്പുള്ളതിനകത്ത് പറഞ്ഞു. അപ്പൊ ഇവിടെ മീഥൈൻ, ഹൗ ഈസ് ഇറ്റ് ഫോംഡ് ഓർ പ്രൊഡ്യൂസ്ഡ്? ഇതൊരു ക്ലീൻ ആൻഡ് എക്കണോമിക് ഫ്യൂവൽ ആണ്. CH4 ഇതൊരു നാച്ചുറലി ഒക്കറിങ് ഗ്യാസ് ആണ്. ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ് ഇത് ഉണ്ടാവുന്നത്. അത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മൈക്രോബ്സ്, അണ്ടർഗ്രൗണ്ടിലുള്ള മൈക്രോബ്സിന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയാണ്. സം ഒക്കറിങ് ആസ് അണ്ടർഗ്രൗണ്ട് നാച്ചുറൽ ഗ്യാസ് ദാറ്റ് ഹാഡ് ബീൻ ഫോംഡ് ബൈ earlier generations microbial life. Many of these methane producing microbes live in digestive system. ആനിമൽസിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും ഈ മീഥൈൻ പ്രൊഡ്യൂസിങ് മൈക്രോബ്സ് ജീവിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കും? കൗസ്, ഇത് നമ്മൾ നേരത്തെ ഏതൊരു കറണ്ട് അഫയേഴ്സിൽ കണ്ടതാണ്. However, methane can also be produced by abiotic processes. എന്ന് വെച്ചാൽ എന്താണ്? അവയിറക്കത്തില്ലേ ഈ എന്താണ് ബയോട്ടിക്കും അബയോട്ടിക് പ്രോസസ്സിലൂടെയും കൂടി വരുന്നുണ്ട്. ബയോട്ടിക് പ്രോസസ്സ് മാത്രമല്ല, അല്ലാതെയും ഉണ്ടാവും. It has been found to occur in formations such as rocks, springs and aquifers, and studies have concluded that it was formed there by chemical reactions between carbon and hydrogen atoms at low temperature. അങ്ങനെ ഉണ്ടാവാറ്. Once it is released into atmospheres of either Earths of mass, methane is relatively short-lived. Methane concentration എർത്തില് 1800 പാർട്ടാണ് പെർ മില്യണിലുള്ളത്. ഈ മീഥൈൻ ഹൈഡ്രേറ്റ് എന്താണ്? Hydrogen bonded water and methane gas come into contact at high pressures and low temperatures in oceans. Methane hydrate will form. It is estimated that 1 cubic meter of methane hydrate contains 160 to 180 cubic meters of methane. Methane hydrate ഈ കൃഷ്ണ ഗോദാവരി ബേസിനിൽ കണ്ടെടുത്തു. മീഥൈൻ എന്താണ്, ഇതൊരു എക്കണോമിക് ഫ്യൂവൽ ആണ് എന്നുള്ളതും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. അതെങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യുന്നത്, ഇത്രയും ഡയമെൻഷൻസ് മനസ്സിലാക്കുക. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് 2020, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, അതും സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന കറണ്ട് അഫയേഴ്സ് ആണ്. അവരും സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടനും കൂടി ചേർന്നിട്ട് വൈൽഡ് ലൈഫ് പോപ്പുലേഷനെ ട്രാക്ക് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. അതില് വെർട്ടിബ്രേറ്റ് സ്പീഷീസ് ഡിക്ലൈൻ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. 70-നും 2016-നും ഇടയ്ക്ക് 68% നട്ടലുള്ള ജീവികൾ. വൈൽഡ് ലൈഫ് പോപ്പുലേഷൻ ഇൻ ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ് 84% ഡിക്ലൈൻ ചെയ്യപ്പെട്ടു. ഇതൊക്കെ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഈ എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്ത് എസ്സേ ഒക്കെ വരുമ്പോൾ അവിടെ ഈ റിപ്പോർട്ട് വെച്ചിട്ട് മെയിൻ്റെ ആൻസർ എഴുതണം. ഫാക്ട്സ് ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്. പറ്റുവാണെങ്കിൽ ഫാക്ട്സ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഓരോ ടോപ്പിക് വൈസ് എഴുതിയാലും നല്ലതാണ്. ഈ ടോപ്പിക്ക് നമുക്ക് എവിടെ ഏത് എസ്സേ കൊണ്ടുവരാം? എൻവയോൺമെന്റൽ റിലേറ്റഡ് എസ്സേയിൽ ഫാക്ട് ആയിട്ട് കൊണ്ടുവരാം അല്ലേ? അപ്പൊ അതൊരു നല്ല
ഓക്കെ, അപ്പൊ അടുത്തത് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ടു റെഡ്യൂസ് ലാൻഡ് ഡീഗ്രഡേഷൻ ആൻഡ് കോറൽ റീഫ് പ്രോഗ്രാം 130ാമത്തെ ടോപ്പിക്കാണ്. സെപ്റ്റംബർ നമ്മൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സെപ്റ്റംബറിലെ കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് 100+ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. എൻവയോൺമെന്റൽ മിനിസ്റ്റീരിയൽ മീറ്റിംഗ് G20 കൺട്രീസിൻ്റെത്, അത് സൗദി അറേബ്യയിൽ വെച്ച് നടന്നു. ആ ഇനിഷ്യേറ്റീവില് ഇംപ്ലിമെന്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ടു പ്രിവെന്റ് halt and reverse land degradation within G20 member states and globally, taking into account possible implications on the achievement of sustainable development goals and adhering to the principle of doing no harm. അപ്പോൾ ലാൻഡ് ഡീഗ്രഡേഷനിൽ ഒരു വലിയൊരു ഇഷ്യൂ ആണ് ലാൻഡ് ഡീഗ്രഡേഷൻ എന്നുള്ളത്. അപ്പോൾ ബയോളജിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് പ്രൊഡക്ടിവിറ്റി കുറയുന്നതിനെയാണ് ലാൻഡ് ഡീഗ്രഡേഷനിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഡെസർട്ടിഫിക്കേഷൻ ഒരു ഇഷ്യൂ ആണ്. ഡെസർട്ടിഫിക്കേഷൻ, arid, semi-arid, dry, subhumid areas ഒക്കെ ഒരു ഇഷ്യൂ ആണ്. ലാൻഡ് ക്ലിയറൻസ്, ഡീഫോറസ്ട്രേഷൻ ഒരു ഇഷ്യൂ ആണ്. അഗ്രികൾച്ചറൽ ഡെപ്ലേഷൻ ഉണ്ടാവുന്നു. സോയിൽ ന്യൂട്രിയൻസ് ഈ പുവർ ഫാമിംഗ് പ്രാക്ടീസസ് വഴിയായിട്ട് നഷ്ടപ്പെടുന്നു. ഓവർ ഗ്രേസിങ് വലിയൊരു പ്രശ്നമാണ്. ലൈഫ് സ്റ്റോക്ക് കൂടുതലായിട്ട് അവർ എന്ത് ചെയ്യും, ഈ അത് എങ്ങനെയാണ് ഡിഗ്രഡേഷന് കാരണമാകുന്നത്? നമ്മൾ മരങ്ങളൊക്കെ വെട്ടിയിട്ട് അവിടെ പുൽമേടുകൾ ഉണ്ടാക്കും അല്ലെ? അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. പിന്നെന്താണ് മറ്റൊരു ഇഷ്യൂ? ഇൻഅപ്രോപ്രിയേറ്റ് ഇറിഗേഷൻ ആൻഡ് ഓവർ ഡ്രാഫ്റ്റിംഗ്, അർബൻ സ്പ്രോൾ ആൻഡ് കമേഴ്ഷ്യൽ ഡെവലപ്മെന്റ്, വെഹിക്കിൾ ഓഫ് റോഡിങ്, ക്വാറിയിങ് ഓഫ് സ്റ്റോൺ, ഇതെല്ലാം തന്നെ ഡെസർട്ടിഫിക്കേഷനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പൊ നമ്മള് ഡെസർട്ടിഫിക്കേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡെസർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇത് നമ്മൾ ഇടയ്ക്ക് ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നാഷണൽ അഗ്രികൾച്ചറൽ പോളിസി 2000 വന്നു. നാഷണൽ മിഷൻ ഓൺ ഗ്രീൻ ഇന്ത്യ വന്നു. അവിടെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് ഒരു ആക്ഷൻ പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. അഫോറസ്ട്രേഷൻ പ്രോഗ്രാം വന്നു. സോയിൽ കൺസർവേഷൻ ആൻഡ് കാച്ച്മെന്റ് ഓഫ് റിവർ വാലി പ്രൊജക്ട്സ് ആൻഡ് ഫ്ലഡ് പ്രോൺ റിവേഴ്സ് എന്നുള്ള ഒരു പ്രോഗ്രാം. വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫോർ റെയിൻഫെഡ് ഏരിയ, മഴയുള്ള സ്ഥലങ്ങളിൽ മഴവെള്ളം സംഭരിക്കാനുള്ള പരിപാടി. ഫോർഡർ ആൻഡ് ഫീഡ് ഡെവലപ്മെന്റ് സ്കീം എന്ന് വെച്ചാൽ ഈ എന്താണ് ഈ കന്നുകാലി ഭക്ഷണം അതിന് വേണ്ട അത് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കീം. ഒരു പരിധിവരെ ഈ പുൽമേടുകളൊക്കെ മെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. നാഷണൽ വാട്ടർ പോളിസിയും നാഷണൽ ഫോറസ്റ്റ് പോളിസിയും വന്നിട്ടുണ്ട്. ഇതൊക്കെ പോസിറ്റീവ് സ്റ്റെപ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു മെയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് മെയിനിലേക്ക് നിങ്ങളുടെ ആൻസേഴ്സ് കൊണ്ടുവരാൻ പറ്റുന്ന സ്കീംസും മറ്റും. അടുത്ത ബ്ലൂ ഫ്ലാഗ് പ്രോഗ്രാം ആണ്. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എടുക്കുകയാണ് ഈ മാസത്തെ സെപ്റ്റംബർ മാസത്തെ. On the occasion of International Coastal Cleanup Day, Blue Flag Certification, International Coastal Cleanup Day is marked each year for the 3rd Saturday of September. Ocean Conservancy ആണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതില് 8 ബീച്ചസ് സെലക്ട് ചെയ്യപ്പെട്ടു ഈ ബ്ലൂ ഫ്ലാഗ്. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? വൃത്തിയുള്ള ബീച്ചുകളാണ്, അവിടെ ആളുകൾ കൂടുതലായിട്ട് വരും. ശിവരാജ്പൂർ ഗുജറാത്ത്, ഗോഖല, ഡാമൻ ആൻഡ് ദിയു, കാസർഗോഡ് ആൻഡ് പദുബിദ്രി ഇൻ കർണാടക, കാപ്പാട് ഇൻ കേരള, ഋഷികൊണ്ട ആന്ധ്രാപ്രദേശ്, ഗോൾഡൻ ബീച്ച് ഒറീസ, രാധാനഗർ ബീച്ച് ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ഇവരാണ് ഈ സ്കീംസിൽ വന്നിട്ടുള്ളത്. ബ്ലൂ ഫ്ലാഗ് പ്രോഗ്രാം റൺ ചെയ്യുന്നത് ഒരു NGO ആണ്. ഫി ദ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത്. Japan and South Korea are the only countries in South and Southern Asia to have blue flag beaches. അത്ര അവർക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട്. സ്പെയിൻ ആണ് ഇതിൽ ടോപ്പ് ചെയ്യുന്നത്, 566 ബീച്ചും. ഗ്രീസും ഫ്രാൻസിലും 515, 395 ബീച്ചും. 33 ക്രൈറ്റീരിയ ആണ് ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ഇന്റർവ്യൂവിന് ഇത്തവണ പോയവരോട്, കഴിഞ്ഞ വർഷം പോയവരോടൊക്കെ ചോദ്യം ചോദിച്ചിരുന്നു കേട്ടോ. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ UPSCയുടെ ഒരു ലിസ്റ്റിലുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അവിടേക്ക് നോ ആക്സസ് ടു പെറ്റ്സ് ഇൻ ദ മെയിൻ ഏരിയാസ് ഓഫ് ദ ബീച്ച്. ചന്ദ്രഭാഗ ബീച്ച് ഓഫ് ഒറീസസ് കൊണാർക്ക് കോസ്റ്റ് ഇസ് ദ ഫസ്റ്റ് ടു കംപ്ലീറ്റ് ടാഗ് സർട്ടിഫിക്കേഷൻ പ്രോസസ്. അടുത്ത നമാമി ഗംഗ പ്രോഗ്രാം. നമാമി ഗംഗ യുടെ 6 മെഗാ പ്രൊജക്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നു. എന്താണ് ഈ പ്രോഗ്രാം? It is an integrated conservation mission approved as flagged program
It seeks to accomplish the twin objectives of effective abatement of pollution and conservation and rejuvenation of national river Ganga. Ministry of Jal Shaktiയുടെ കീഴിലാണ് ഇത് വരുന്നത്. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. UPSC ചോദ്യം നേരത്തെ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്കീമാണ്. ഇതെന്താണ്? ഗംഗയുടെ ശുദ്ധീകരണമാണ് ഉദ്ദേശിച്ചത്. നാഷണൽ ഗംഗ കൗൺസിലാണ് ഇത് 2016 സെറ്റപ്പ് ചെയ്തതാണ്. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം, ചോദിച്ചോളൂ. ഈ ഗംഗ നമാമി ഗംഗ പ്രോജക്റ്റ് ഒക്കെ ഒരു മിനിസ്ട്രി ഇല്ല അതിനുവേണ്ടി മാത്രമായിട്ട് ഗംഗ റിജുവിനേഷൻ എന്ന് പറഞ്ഞിട്ട്? ഡിപ്പാർട്ട്മെന്റ് അല്ലേ? മിനിസ്ട്രി ജൽശക്തിയാണ്. മിനിസ്ട്രി ഓഫ് ജൽശക്തിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മറ്റേ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിനുവേണ്ടി എക്സ്ക്ലൂസീവ് ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗംഗ ശുദ്ധീകരിക്കുകയാണ് പ്ലാൻ. ഉദ്ദേശം അതാണ്. റിജുവനേഷൻ, പ്രൊട്ടക്ഷൻ അത് ഹെഡ് ചെയ്യുന്ന ആരാണ്? നാഷണൽ ഗംഗ കൗൺസിൽ സെറ്റ് ചെയ്തു. റിവർ ഗംഗ അതോറിറ്റി പ്രൈം മിനിസ്റ്റർ ആണ് ഹെഡ് ചെയ്യുന്നത്. അതോറിറ്റിയാണ് രൂപം കൊടുത്തിരിക്കുന്നത്. 20,000 കോടിയുടെ പ്രൊജക്റ്റ് ആണ്. വലിയ പ്രൊജക്റ്റ്, നോൺ ലാബ്സബിൾ ആണ്. അതിന്റെ കീഴിൽ 288 പ്രൊജക്റ്റുകളാണ്. സീവേജ് ട്രീറ്റ്മെന്റ് ഉണ്ട്, റിവർ സർഫസ് ക്ലീനിങ് ഉണ്ട്, അഫോറസ്റ്റേഷൻ ഉണ്ട്, ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ് മോണിറ്ററിംഗ് ഉണ്ട്, റിവർ ഫ്രണ്ട് ഡെവലപ്മെന്റ് ഉണ്ട്, ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, പബ്ലിക് അവയർനെസ്. അടുത്ത UAPA, അൺലോഫുൾ ആക്ട് പ്രിവെൻഷൻ ആക്ട്. ആസാം ഗവൺമെന്റ് പറഞ്ഞു a UAPA tribunal that major extremist outfit of the Northeast had contacted Chinese authorities for assistance in their fight against India. But the Chinese had refused to provide assistance directly or indirectly. What is the issue? ULFA, SAVER, the United National Liberation Front of West and Southeast Asia, a Myanmar-based conglomerate of banned outfits such as NSCNK, ULFA-1, NDFPS, and KLO, had taken a resolution to take assistance from the third nation to achieve their goal. വേറൊരു രാജ്യത്തെ സമീപിച്ചിരിക്കുകയാണ് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് ഇന്റേണൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യയിലും നിങ്ങൾക്ക് കാണിക്കാം. മെയിൻ്റെ ഒരു ടോപ്പിക്കാണ്, ഇവിടെയും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഇവരെ ബാൻ ചെയ്തു നമ്മൾ. അതുപോലെ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡ്, അത് നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ട്രൈബ്യൂണലില് ഈ വിവരം പറഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യം. സെൻട്രൽ ഗവൺമെന്റിനെ അസൈൻ ചെയ്യുകയാണ് പവർ ടു സെൻട്രൽ ഗവൺമെന്റ്. അൺലോഫുൾ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഡെത്ത് പെനാൽറ്റി ആൻഡ് ലൈഫ് ഇംപ്രിസൺമെന്റ് ഒക്കെയാണ് ഇതിൽ ഹൈസ്റ്റ് പണിഷ്മെന്റ്. ഇതില് ഇന്ത്യൻ നാഷണലും ഫോറിൻ നാഷണലും വരും UAPA പ്രകാരം. The investigative agency can file a charge sheet in maximum 180 days. അതിനുശേഷം അവര് എന്ത് ചെയ്യാം? After the arrest, and duration can be extended further after intimating the court. ടെററിസ്റ്റ് ആക്റ്റും ഗവൺമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ലാസ്റ്റ് ടോപ്പിക്, ആ മാസത്തെ ലാസ്റ്റ് ടോപ്പിക്, ബാൻ ഓൺ ചൈനീസ് മൊബൈൽ ആപ്സ്. ഗവൺമെന്റ് ബാൻ ചെയ്തിരിക്കുന്നു. സെക്ഷൻ 69A ഓഫ് ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അത് ഇൻവോക്ക് ചെയ്തു. Section 69A of IT Act empowers central government to order that access to certain websites and computer resources are be blocked in the internet of the defense of the country, sovereignty and integrity. 69A withdraw ചെയ്ത ഒരു ആക്ട് ആണെന്നുള്ളത് മനസ്സിലാക്കും. മൊബൈൽ ആപ്സ് ബ്ലോക്ക് ചെയ്തു. ചൈനീസ് നമ്മുടെ ആളുകളുടെ ഡാറ്റ ഒക്കെ എടുക്കുന്നതുകൊണ്ടായിരിക്കും.
Chinese People Liberation Army has for 4 months now been trying to shift its boundary with India and Ladakh. ചൈനയായിട്ടുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ അത് വരുന്ന ദിവസങ്ങളിൽ നാളെ മുതൽ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ പുതിയ ഒരു മന്ത് തുടങ്ങുന്നതോട് ഞാൻ ഇന്നത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നാളെ മുതൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ തീവ്രത കൂട്ടുക. ഒരു ഏരിയയും വിട്ടുകളയരുത്. നല്ല ഡെപ്തോടു കൂടി തന്നെ പോവുക. സീരിയസ് ആയിട്ട് തന്നെ പ്രിപ്പറേഷൻ മുൻപോട്ടേക്ക് കൊണ്ടുപോകുക കേട്ടോ. താങ്ക് യു സാറേ. ഇതിന്റെ എക്സാം ഉണ്ടോ ഈ കഴിഞ്ഞതിന്റെ വല്ലോ? എക്സാം നമ്മുടെ നോർമൽ എക്സാമേ ഉള്ളൂ. ഇതിപ്പോ റിവിഷനാണ്. എക്സാം നമ്മുടെ ഇനി 3 ടെസ്റ്റ് കൂടെ നടത്തുന്നുണ്ട്. ഒന്ന് ഫുൾ ടെസ്റ്റ് 2 എണ്ണം ഉണ്ട് പ്രിലിമിന്റെ. അതുപോലെ ഈ അഡീഷണൽ കറണ്ട് അഫയേഴ്സിന്റെ ഒരു കോമൺ എക്സാം. മറ്റേ നമ്മുടെ പാരലൽ എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പൊ ഫുൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കോളൂ. ഇത് ഷെയർ ചെയ്തിട്ടില്ലേ? ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. പ്രിലിംസ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ക്ലാസ് റൂമിലുണ്ട്. അതിനകത്ത് നോക്കിയാൽ താങ്ക് യു. നന്നായി. വേറെ എന്തെങ്കിലും സംശയം വല്ലതും ഉണ്ടോ? ഡൗട്ട് വല്ലതും? വിളിച്ചോ രാഹുൽ. ഓക്കെ, അപ്പം വൈകിട്ടാണ്. ഓക്കെ, വൈകിട്ട് ഇന്ന് എക്സാം ഉണ്ട്. മലയാളം ഓപ്ഷണലിന്റെ എക്സാം ഉണ്ട്. നാളെ പേപ്പർ വാല്യൂഷൻ ഉണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ഫുൾ പേപ്പർ വാല്യൂഷൻ. ഇപ്പൊ ഇടാം. ഇപ്പൊ രാവിലെ ഇടാം.